ആരെ ബഹുമാനിക്കണം എന്നാണ് പ്രഭാഷകൻ 38:1 പറയുന്നത്. എ വൈദ്യനെ, ബി പണ്ഡിതനെ, സി ജ്ഞാനിയെ. ഉത്തരം വൈദ്യനെ. വൈദ്യന്റെ ജ്ഞാനം എവിടെ നിന്ന് വരുന്നു എന്നാണ് പ്രഭാഷകൻ ആവശ്യപ്പെടുന്നത്. എ മനുഷ്യനിൽ നിന്ന്, ബി മറ്റുള്ളവരിൽ നിന്ന്, സി അത്യുന്നതനിൽ നിന്ന്. ഉത്തരം അത്യുന്നതനിൽ നിന്ന്. വൈദ്യന്റെ വൈഭവം അവനെ ഉന്നതനാക്കുന്നു. മഹാന്മാർ അവനെ എന്തു ചെയ്യുന്നു? എ സമ്മാനം നൽകുന്നു, ബി പ്രശംസിക്കുന്നു, സി അനുഗ്രഹിക്കുന്നു. ഉത്തരം പ്രശംസിക്കുന്നു. മഹാന്മാർ വൈദ്യനെ പ്രശംസിക്കുന്നത് എന്തു കാരണത്താലാണ്? എ അവൻ്റെ വൈഭവത്തിൽ, ബി അവൻ്റെ ബുദ്ധിയിൽ, സി അവൻ്റെ കഴിവിൽ. ഉത്തരം അവൻ്റെ വൈഭവത്തിൽ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ കർത്താവ് ഭൂമിയിൽ നിന്ന് എന്ത് സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്? എ ഔഷധങ്ങൾ, ബി മരങ്ങൾ, സി പക്ഷികൾ. ഉത്തരം ഔഷധങ്ങൾ. കർത്താവ് ഭൂമിയിൽ ഔഷധങ്ങൾ സൃഷ്ടിച്ചു. ആരാണ് അവയെ അവഗണിക്കാത്തത്? എ ബുദ്ധിയുള്ളവൻ, ബി മഹാന്മാർ, സി ഉന്നതൻ. ഉത്തരം ബുദ്ധിയുള്ളവൻ. കർത്താവ് വെള്ളത്തെ എന്തുകൊണ്ട് മധുരീകരിച്ച് തൻ്റെ ശക്തി വെളിപ്പെടുത്തി എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? എ തടിക്കഷ്ണം, ബി ഇരുമ്പ്, സി ഔഷധം. തടിക്കഷ്ണം. മനുഷ്യൻ്റെ അത്ഭുത കൃത്യങ്ങളിൽ മാഹാത്മ്യപ്പെടുത്തേണ്ടതിന് അവിടുന്ന് അവർക്ക് എന്തു നൽകി? എ ബുദ്ധി, ബി സിദ്ധികൾ, സി സ്നേഹം. ഉത്തരം സിദ്ധികൾ. കർത്താവ് മനുഷ്യർക്ക് സിദ്ധികൾ നൽകി. അതുമൂലം ശരീരത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നു? എ വേദന അകറ്റുന്നു, രോഗം സുഖമാക്കുന്നു, ബി സന്തോഷവും സമാധാനവും ലഭിക്കുന്നു, സി ദുഃഖങ്ങളും ദുരിതങ്ങളും അകലുന്നു. ഉത്തരം വേദന അകറ്റുന്നു, രോഗം സുഖമാക്കുന്നു. അവിടുത്തെ പ്രവൃത്തികൾക്ക് അന്തമില്ല. ഭൂമുഖത്ത് അവിടുന്ന് ഡാഷ് വ്യാപിപ്പിക്കുന്നു. എ ആരോഗ്യം, ബി സമ്പത്ത്, സി കഴിവ്. ഉത്തരം ആരോഗ്യം. മിശ്രിതം ഉണ്ടാക്കുന്നത് ആരെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? എ രാജാവ്, ബി ഔഷധ നിർമ്മാതാവ്, സി പണ്ഡിതൻ. ഉത്തരം ഔഷധ നിർമ്മാതാവ്. മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ എന്തു ചെയ്യണം? എ കർത്താവിനോട് പ്രാർത്ഥിക്കുക, ബി വൈദ്യനെ സമീപിക്കുക, സി പാപം ഉപേക്ഷിക്കുക. ഉത്തരം കർത്താവിനോട് പ്രാർത്ഥിക്കുക. രോഗം സുഖപ്പെടുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? എ ആവശ്യമുള്ളപ്പോൾ മാത്രം പ്രാർത്ഥിക്കുക, ബി സുകൃതജപങ്ങൾ ചൊല്ലുക, സി ഉദാസീനനാകാതെ പ്രാർത്ഥിക്കുക. ഉത്തരം ഉദാസീനൻ ആകാതെ പ്രാർത്ഥിക്കുക. നീ തെറ്റുകൾ തിരുത്തി ഏതു മാർഗത്തിലൂടെയാണ് സഞ്ചരിക്കേണ്ടത്? എ നേരായ മാർഗം, ബി സത്യമാർഗം, സി ഇടുങ്ങിയ വഴി. ഉത്തരം നേരായ മാർഗം. നേരായ മാർഗത്തിലൂടെ തിരിയാൻ ഹൃദയത്തിൽ നിന്ന് എന്താണ് കഴുകിക്കളയേണ്ടത്? എ ദുഷ്ടത, ബി മാലിന്യം, സി പാപം. ഉത്തരം പാപം. തെറ്റുതിരുത്തി നേരായ മാർഗത്തിലേക്ക് തിരിയുമ്പോൾ എന്ത് ബലിയാണ് കർത്താവിന് സമർപ്പിക്കേണ്ടത്? എ നരബലി, ബി മൃഗബലി, സി സുരഭില ബലി. ഉത്തരം സുരഭില ബലി.
കാഴ്ചവസ്തുക്കളിൽ കഴിവിനൊത്ത് എന്ത് പകരണമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? എ. എണ്ണ, ബി. പുഷ്പം, സി. ഫലങ്ങൾ. ഉത്തരം എണ്ണ. വൈദ്യനെ കർത്താവാണ് നിയോഗിച്ചത്. അവന് എന്ത് സ്ഥാനമാണ് നൽകേണ്ടത്? എ. ഒന്നാം സ്ഥാനം, ബി. അർഹമായ സ്ഥാനം, സി. മൂന്നാം സ്ഥാനം. ഉത്തരം അർഹമായ സ്ഥാനം. ആർക്ക് അർഹമായ സ്ഥാനം നൽകണം എന്നാണ് പ്രഭാഷകൻ 38:12 പറയുന്നത്? എ. രാജാവിന്, ബി. വൈദ്യന്, സി. യജമാനന്. ഉത്തരം വൈദ്യന്. വൈദ്യൻ എന്ത് അനുഗ്രഹത്തിനു വേണ്ടിയാണ് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത്? എ. രോഗം നിർണയിച്ച് സുഖപ്പെടുത്തി ജീവൻ രക്ഷിക്കാൻ, ബി. സമ്പത്ത് വർദ്ധിക്കുവാൻ, സി. ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുവാൻ. ഉത്തരം രോഗം നിർണയിച്ച് സുഖപ്പെടുത്തി ജീവൻ രക്ഷിക്കാൻ. സൃഷ്ടാവിൻ്റെ മുൻപിൽ പാപം ചെയ്യുന്നവൻ എന്ത് തേടേണ്ടി വരും? എ. പ്രാർത്ഥനാ സഹായം, ബി. വൈദ്യസഹായം, സി. സാമ്പത്തിക സഹായം. ഉത്തരം വൈദ്യസഹായം. മകനെ, മരിച്ചവനെ ഓർത്ത് കരയുക, കഠിനവേദന കൊണ്ടെന്ന പോലെ വിലപിക്കുക, അവൻ്റെ മൃതദേഹം സമർഹമായി സംസ്കരിക്കുക, അതിൽ എന്ത് കാണിക്കരുത്? എ. ഉദാസീനത, ബി. കോപം, സി. അമർഷം. ഉത്തരം ഉദാസീനത. നിന്റെ കരച്ചിൽ വേദനാപൂർണവും വിലാപം എന്തുള്ളതും ആയിരിക്കണം. എ. സ്നേഹം, ബി. തീഷ്ണത, സി. സത്യസന്ധത. ഉത്തരം തീഷ്ണത. ആരും ആക്ഷേപിക്കാതിരിക്കാൻ അവൻ്റെ യോഗ്യതയ്ക്കനുസൃതം എത്ര ദിവസം ദുഃഖം ആചരിക്കണം? എ. 1-2, ബി. 3-4, സി. 5-6. ഉത്തരം 1-2. 1-2 ദിവസം ദുഃഖം ആചരിച്ചിട്ട് എന്തു ചെയ്യണമെന്നാണ് പറയുന്നത്? എ. ആശ്വസിക്കുക, ബി. സന്തോഷിക്കുക, സി. കരയുക. ഉത്തരം ആശ്വസിക്കുക. ദുഃഖം എന്തിൽ കലാശിക്കുന്നു? എ. മരണത്തിൽ, ബി. സന്തോഷത്തിൽ, സി. വിനാശത്തിൽ. ഉത്തരം മരണത്തിൽ. വിനാശത്തിൽ ദുഃഖം ശമിക്കുകയില്ല. ദരിദ്രൻ്റെ ജീവിതം എന്തു നിറഞ്ഞതാണ്? എ. ഹൃദയഭാരം, ബി. കഠിനവേദന, സി. സന്തോഷം. ഉത്തരം ഹൃദയഭാരം. നിന്റെ ഹൃദയം എന്തിന് അധീനമാകരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? എ. മരണത്തിന്, ബി. ദുഃഖത്തിന്, സി. വിനാശത്തിന്. ഉത്തരം ദുഃഖത്തിന്. ജീവിതാന്തം ഓർത്ത് നാം എന്താണ് അകറ്റിക്കളയേണ്ടത്? എ. സന്തോഷം, ബി. ദുഃഖം, സി. സമ്പത്ത്. ഉത്തരം ദുഃഖം. തിരിച്ചുവരവ് അസാധ്യമെന്നോർക്കുക. മരിച്ചവർക്ക് നീ ഒരു നന്മയും ചെയ്യുന്നില്ല, നിന്നെ തന്നെ ഉപദ്രവിക്കുകയാണ്. അധ്യായവും വാക്യവും രേഖപ്പെടുത്തുക. എ. പ്രഭാഷകൻ 38:21, ബി. പ്രഭാഷകൻ 38:22, സി. പ്രഭാഷകൻ 38:23. ഉത്തരം പ്രഭാഷകൻ 38:21. മരിച്ചവനെക്കുറിച്ചുള്ള സ്മരണ അവസാനിക്കേണ്ടത് എപ്പോഴാണ്? എ. മരിച്ചവൻ വിശ്രമിക്കുമ്പോൾ, ബി. വിലാപം കഴിയുമ്പോൾ, സി. ആത്മാവ് വേർപെട്ട് കഴിയുമ്പോൾ. ഉത്തരം മരിച്ചവൻ വിശ്രമിക്കുമ്പോൾ. പണ്ഡിതന്റെ വിജ്ഞാനം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? എ. വിശ്രമം, ബി. കഴിവ്, സി. ബുദ്ധി. ഉത്തരം വിശ്രമം. ജ്ഞാനം ലഭിക്കുന്നത് എപ്പോഴെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? എ. വ്യഗ്രതകൾ ഒഴിഞ്ഞാൽ, ബി.
ദുഃഖം മാറുമ്പോൾ. സി സന്തോഷമുള്ളപ്പോൾ. ഉത്തരം വ്യഗ്രതകൾ ഒഴിഞ്ഞാൽ. രാവും പകലും അധ്വാനിച്ച് മുദ്ര കുത്തുന്നവരെ ഏതു വിഭാഗത്തിൽപ്പെട്ടവർ എന്നാണ് കരുതുന്നത്? എ കുത്തുപണിക്കാർ, കരവേല വിദഗ്ധർ. ബി സ്വർണ്ണപ്പണിക്കാർ, കൃഷിക്കാർ. സി ആതുര ശുശ്രൂഷകർ, കൽപ്പണിക്കാർ. ഉത്തരം കൊത്തുപണിക്കാർ, കരവേല വിദഗ്ധർ. അഗ്നിയിൽ തട്ടിവരുന്ന കാറ്റ് എന്തിനെ ഉരുക്കിക്കളയുന്നു? എ സ്വർണം. ബി മാംസം. സി വെള്ളി. ഉത്തരം മാംസം. ഉലയിലെ ചൂടേറ്റ് ഇരുമ്പ് പണിക്കാരന് എന്ത് സംഭവിക്കുന്നു? എ മരിക്കുന്നു. ബി പുനർജനിക്കുന്നു. സി ഇല്ലാതാവുന്നു. ഉത്തരം ഇല്ലാതാവുന്നു. ഇരുമ്പ് പണിക്കാരൻ്റെ കാതുകളിൽ മുഴങ്ങുന്ന ശബ്ദം എന്തിൻ്റേതാണ്? എ കൂടമടിക്കുന്ന ശബ്ദം. ബി മണിനാദം. സി കാറ്റിൻ്റെ ശബ്ദം. ഉത്തരം കൂടമടിക്കുന്ന ശബ്ദം. കൂടമടിക്കുന്ന പണിക്കാരൻ്റെ കണ്ണുകൾ എവിടെയാണ് പതിയുന്നത്? എ പണിത്തരങ്ങളുടെ രൂപഭംഗിയിൽ. ബി പ്രകൃതിയിൽ. സി ആകാരഭംഗിയിൽ. ഉത്തരം പണിത്തരങ്ങളുടെ രൂപഭംഗിയിൽ. അവൻ കൈകൊണ്ട് കളിമണ്ണിന് രൂപം കൊടുക്കുന്നു, കാലുകൊണ്ട് കുഴച്ച് പാകമാക്കുന്നു. മിനുക്കുന്നതിൽ അവൻ ശ്രദ്ധ പതിക്കുന്നു, തീച്ചൂള വൃത്തിയാക്കുന്നതിലും അവൻ ശ്രദ്ധിക്കുന്നു. ആര്? എ ഇരുമ്പ് പണിക്കാരൻ. ബി കുത്തുപണിക്കാരൻ. സി കുശവൻ. ഉത്തരം കുശവൻ. കുത്തുപണിക്കാർ, കരവേല വിദഗ്ധർ, ഇരുമ്പ് പണിക്കാർ, കുശവൻ ഇവർക്ക് എവിടെയാണ് പ്രാമുഖ്യം ഇല്ലാത്തത്? എ പൊതുസഭ. ബി നഗരസഭ. സി കാര്യാലയം. ഉത്തരം പൊതുസഭ. അവർ എന്തിൻ്റെ ഘടന നിലനിർത്തി എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? എ ലോകത്തിൻ്റെ. ബി മനുഷ്യൻ്റെ. സി പ്രകൃതിയുടെ. ഉത്തരം ലോകത്തിൻ്റെ.